ഹായ് ഹലോ എല്ലാവർക്കും മഞ്ജുസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു സൗണ്ട് കേൾക്കും. ദിയമോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചക്കക്കുരു മാങ്ങ ഇട്ട നമ്മുടെ ഡ്രൈ ഫിഷില്ലേ, നെത്തോലി ഉണക്ക എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഒരു കറിയാണേ. അപ്പോൾ ഞാൻ വെളിയിൽ ഗ്യാസിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എന്നാലും വെളിയിൽ ഞാൻ അടുപ്പിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ വിറകടുപ്പിൽ വേവിക്കുന്നത്. സോ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അപ്പം നല്ല തീ എടുക്കുമായിരുന്നേ. പിന്നെ അതൊന്ന് ഇതായി ചക്കക്കുരു ഇട്ട്, അപ്പോൾ കറിവേപ്പില ഒന്ന് കരിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഈ കറികൾക്കെല്ലാം ടേസ്റ്റ് കേട്ടോ. കഴിവതും ചെറിയ ഉള്ളി ഞാൻ ഉപയോഗിക്കാറുള്ളതുകൊണ്ട് ചെറിയ ഉള്ളി കൊണ്ടുവന്ന് അതിലോട്ടിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ അങ്ങ് വേവിക്കാൻ വെക്കും നമ്മൾ. സോ അത് വെന്ത് കഴിയുമ്പോൾ ചക്കക്കുരും ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ ആ അടുപ്പിൽ കിടന്ന് വേവുന്നുണ്ട്. പിന്നെ അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അത് ആവശ്യത്തിന് എടുക്കണം. തേങ്ങ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോഴും ഞാൻ ചിരട്ടയിൽ നിന്ന് തിളക്കും, അതാണ് എൻ്റെ കൈ വേണ്ടായത്. ഒരിഷ്ടം പുളിയും കൂടി ഇട്ട് മിക്സിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. പൊടികൾ നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം ഡയറക്റ്റ് ചട്ടിയിലോട്ട് ഇടാനാണ് വെച്ചേക്കുന്നത്. അപ്പം ഈ പുളിയും തേങ്ങ അരച്ച മിശ്രിതവും നമ്മൾ എടുത്തു വെച്ച പൊടിയുടെ കൂടെ ഇച്ചിരി ഉലുവപ്പൊടി ഇടാൻ മറന്നു. ഉലുവപ്പൊടിയും മാങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത പൊടി വെള്ളം വറ്റി വന്നതിലോട്ട് നമ്മൾ കൊണ്ടിടാൻ പോവുക. നല്ല വെയിലുണ്ട് കേട്ടോ, അറിയാമല്ലോ, ഞാൻ പുറത്ത് അടുപ്പിലാണ് വേവിക്കുന്നത്. അപ്പോൾ ആ വെയിൽ താങ്ങാൻ പറ്റുന്നില്ല, ഓടിക്കൊണ്ടുവന്ന് അത് ഇടുക. അതിൽ കൊണ്ടുവന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത്, ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ക്യുക്കുംബർ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്കയോ എന്തെങ്കിലുമൊക്കെ ഇടാം, എൻ്റെ കയ്യിൽ ക്യുക്കുംബറേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം അഴിച്ച് ഈ അരച്ച് വെച്ച അരപ്പും കൂടെ അതിലോട്ട് ഇട്ടു. ഇനി നമ്മുടെ ഡ്രൈ ഫിഷ് ഉപ്പിടാൻ മറന്നു പോയതുകൊണ്ട് ആ ഉപ്പ് നെത്തോലിയിൽ ഡ്രൈ ഫിഷ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി അതിൽ ഉപ്പ് കാണും, കുറച്ച് അതും കൂടെ ഇട്ട് മാങ്ങയും കൂടെ അരിഞ്ഞിട്ട് ഞാൻ അതിനെ അങ്ങ് തിളപ്പിച്ചെടുത്തു. സോ ചോറും ബീട്രൂട്ട് തോരനും നല്ല ചക്കക്കുരു ഇട്ട ഈ ചക്കക്കുരു മാങ്ങ ഇട്ട് ഉണക്ക കറി സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.